ക്ലബ് ഹൗസിൽ ആകെ കിളി പോയിരിക്കുകയാണ് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ. സോഷ്യൽ മീഡിയ വന്ന കാലം തൊട്ട് തന്നെ ഇസ്ലാമിൻ്റെ കാര്യം പരിങ്ങലിലാണ്. ഇസ്ലാമിനെതിരായിട്ട് ഇസ്ലാം ഉപേക്ഷിച്ച് പോയ യുക്തിവാദികൾ, സ്വതന്ത്ര ചിന്തകർ വിമർശനങ്ങൾ ആരംഭിച്ചതോടുകൂടി തന്നെ ഇസ്ലാമിസ്റ്റുകൾക്ക് നിൽക്കക്കള്ളിയില്ലാതെ വെപ്രാളം വർദ്ധിച്ചു വരികയായിരുന്നു. അതിൻ്റെ കൂടെ ക്ലബ് ഹൗസ് കൂടി വന്നതോടുകൂടി അവരുടെ അവസ്ഥ വളരെ പരിങ്ങലിലായിരിക്കുകയാണ്. യുക്തിവാദികൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ എക്സ് മുസ്ലിം സ്വതന്ത്ര ചിന്തകർ ഉന്നയിക്കുന്ന മതവിമർശനങ്ങളോട് ആശയപരമായി പിടിച്ചു നിൽക്കാൻ യാതൊരു മാർഗവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ ഇസ്ലാമിസ്റ്റ് സുഹൃത്തുക്കൾ ഇന്നിപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു അഭയകേന്ദ്രം വ്യക്തിഹത്യ എന്നുള്ളതാണ്. ആരൊക്കെയോ വിമർശിക്കുന്നത്, ആ വിമർശിക്കുന്ന വ്യക്തികളെ മുഴുവൻ തേടിപ്പിടിച്ച് അവർ മോശക്കാരാണ്, അവർ കള്ളന്മാരാണ്, അവർ തട്ടിപ്പുകാരാണ്, അവർ കുറ്റവാളികളാണ്, അവർ ക്രിമിനലുകളാണ് തുടങ്ങിയിട്ടുള്ള വ്യക്തിഹത്യക്ക് വേണ്ട മരുന്നുകൾ കൃത്രിമമായി നിർമ്മിച്ചെടുത്ത് അത് പ്രചരിപ്പിച്ചുകൊണ്ട് എല്ലാ യുക്തിവാദികളെയും താറടിച്ച് കാണിക്കുക. അങ്ങനെ തങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഈ പാവങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ തിരിച്ച് ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് എന്തിന്, ഞങ്ങളൊക്കെ ആശയപരമായിട്ടല്ലേ വിമർശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയാനുള്ള ഒരു റെഡിമെയ്ഡ് മറുപടി ഇവർ കണ്ടുവച്ചിട്ടുണ്ട്. അവർ വ്യക്തിഹത്യ തുടരട്ടെ, നമുക്ക് ആശയം പറയാം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻ്റാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ വ്യക്തിഹത്യ നടത്തുകയാണ്, അവരുടെ ചങ്കിൻ്റെ കരളിൻ്റെ കഷ്ണമായ പ്രവാചകനെ നമ്മൾ വ്യക്തിഹത്യ നടത്തുകയാണ്, അതിന് പകരം വീട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ വ്യക്തിഹത്യ നടത്തുന്നത് എന്നാണ് ഇവർ ന്യായം പറയുന്നത്. സത്യത്തിൽ ഈ പറയുന്നത് ഒരു സെൽഫ് ഗോള് മാത്രമല്ല, ഇത് ഇസ്ലാം മതത്തിലെ അടിസ്ഥാന സിദ്ധാന്തത്തിന്റെ മണ്ടക്കിട്ട് ഇവർ തന്നെ ഗത കൊണ്ടടിക്കുന്നതിന് തുല്യമാണ്. ഇസ്ലാമിന്റെ സിദ്ധാന്തം അനുസരിച്ച് മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ നമ്മളെപ്പോലെ, ഈ ജബ്ബാർ മാഷെ പോലെ അല്ലെ ലിയാഖത്ത് അലിയെ പോലെയുള്ള ഒരു വ്യക്തിയാണോ? എന്താണ് ഇവർ പറയുന്നത്? ഇസ്ലാമിലെ പ്രവാചകൻ എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിൽ നിന്ന് പ്രവാചകനെ മാറ്റിവെച്ചാൽ പിന്നെ എന്താണ് ഇസ്ലാമിൽ ബാക്കിയുള്ളത്? ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാം എന്ന് പറയുന്നത് ഈ പ്രവാചകന്റെ നാവിലൂടെ വെളിപാടായി പുറത്തു വന്ന കാര്യങ്ങളും വെളിവുള്ള അവസ്ഥയിൽ പുറത്തു വന്ന കാര്യങ്ങളും ഈ പ്രവാചകൻ തന്റെ ജീവിതത്തിലൂടെ ഈ രണ്ട് കാര്യങ്ങളെയും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചതിന്റെ സാക്ഷ്യപത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള രേഖകളും, ഇതാണ് ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുന്നത്. അതാണ് ഖുർആൻ സുന്നത്ത് എന്ന് പറയുന്നത്. ഈ ഖുർആൻ സുന്നത്തിൽ നിന്നും മുഹമ്മദ് നബിയെ മാറ്റി നിർത്തിയാൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? ഖുർആൻ നിങ്ങൾ എടുത്ത് വായിച്ചോ? ഖുർആൻ എടുത്ത് വായിച്ചതിൽ ഒരു വാചകം വായിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ഏത് സന്ദർഭത്തിലാണ് ഈ മുഹമ്മദ് നബി അത് പറഞ്ഞത് എന്നറിയണം. അപ്പൊ മുഹമ്മദ് നബി ഇല്ലാതെ ഖുർആൻ മനസ്സിലാവോ? മുഹമ്മദ് നബി തന്റെ 23 കൊല്ലക്കാലത്തെ ജീവിതത്തിനിടയിൽ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള ഓരോ പ്രശ്നങ്ങളോട് അപ്പോൾ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഖുർആനിലുള്ളത്. മുഹമ്മദ് നബി 23 കൊല്ലക്കാലം ജീവിതത്തിൽ എന്തൊക്കെ അനുഷ്ഠിച്ചോ, എന്തൊക്കെ ചെയ്തോ, എന്തൊക്കെ പറഞ്ഞോ, അതിന്റെ ആകത്തുകയാണ് ഈ സുന്നത്തിൽ അല്ലെങ്കിൽ ഹദീസിലുള്ളത്. ഈ ഹദീസും ഈ ഖുർആനും കൂടെ ചേർന്നതാണ് ഇസ്ലാം. ഈ ഇസ്ലാമിൽ നിന്ന്, ഈ സുന്നത്തിൽ നിന്ന്, ഈ ഖുർആനിൽ നിന്ന് മുഹമ്മദിനെ അങ്ങോട്ട് മാറ്റിവെച്ചാൽ, മുഹമ്മദ് വെറും ഒരു ലിയാഖത്ത് അലിയെ പോലുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറ്റിവെച്ചാൽ പിന്നെ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇനി ഉള്ളത് ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ തീർത്തും അപ്രസക്തമാവും. ഇസ്ലാം തന്നെ ഇല്ലാതാവുകയും ഇസ്ലാം തന്നെ അപ്രസക്തമാവുകയും ചെയ്യും. മുഹമ്മദ് നബിയെ വെറും ഒരു വ്യക്തിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ, മുഹമ്മദ് നബി ഒരു വ്യക്തിയല്ല, മുഹമ്മദ് നബി ഒരു പ്രത്യയശാസ്ത്രമാണ്, ഒരു വിശ്വാസ പ്രമാണമാണ്, ഒരു സിദ്ധാന്തമാണ്, ഒരു മതമാണ്. മുഹമ്മദ് നബി അദ്ദേഹം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ നിത്യജീവിതത്തിലെ ദിനചര്യകൾ തൊട്ട് അദ്ദേഹത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ പ്രവൃത്തികളും, ആ പ്രവൃത്തികളോടനുബന്ധിച്ച് അദ്ദേഹം നൽകിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ചേർന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ ഇസ്ലാം മതം ശരിയല്ല എന്ന് പറയുന്ന വിമർശകര് മുഹമ്മദ് നബിയെ കുറിച്ച് ഒന്നും പറയാതിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ പച്ച മലയാളം ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ മിണ്ടരുത് എന്നാണ്.
ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വ്യക്തിഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് സെൽഫ് ഗോളാണ്. അത് ഇസ്ലാമിന്റെ മണ്ടക്കിട്ടുള്ള അടിയാണ്. ഇത് ഈ പാവങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ മുഹമ്മദ് നബി എന്ന വ്യക്തിയെ അല്ല വിമർശിക്കുന്നത്. വ്യക്തി ആറാം നൂറ്റാണ്ടിൽ 1400 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ഏതോ ഒരു അറബി നാട്ടിലെ ഒരു ഗോത്ര മനുഷ്യനെ വ്യക്തിപരമായിട്ട് നമ്മൾ എന്തിനാ പറയുന്നത്? അദ്ദേഹം എന്ത് ചെയ്തു, എന്ത് പ്രവർത്തിച്ചു, നമുക്ക് എന്തായാലും കാര്യം? അതിൽ ഞങ്ങൾ വിമർശിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഒരു വ്യക്തി മാത്രമായിരുന്നെങ്കിൽ അദ്ദേഹം ജീവിച്ചു മരിച്ചുപോയി. അങ്ങനെ ചരിത്രത്തിൽ എത്രയോ മനുഷ്യരും ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാം എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എന്തിനാ അറിയുന്നത്? നമ്മൾക്ക് ഇന്ന് ജീവിക്കാൻ, ഇവിടെ സാമൂഹ്യ ജീവിതം നയിക്കാൻ, ഇവിടെ ധാർമ്മിക ജീവിതം നയിക്കാൻ നമുക്ക് ഈ പണ്ട് 900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇസ്ലാം എന്താ പറയുന്നത്? ഇസ്ലാം പറയുന്നത് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും ഈ മുഹമ്മദ് എന്ന മനുഷ്യൻ ജീവിതത്തിൽ എന്തൊക്കെ പറഞ്ഞോ, എന്തൊക്കെ ചെയ്തോ, എന്തൊക്കെ അനുഷ്ഠിച്ചോ, എന്തൊക്കെ നിർദ്ദേശിച്ചോ ആ കാര്യങ്ങൾ അതേപടി അനുകരിക്കുകയാണ് വേണ്ടത്. കുത്തുകോമ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ മുഹമ്മദ് നബി ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ അനുകരിക്കുന്നതിന്റെ പേരാണ് ഇസ്ലാം. അപ്പൊ പിന്നെ മുഹമ്മദിനെ വിമർശിക്കാതെ ഇസ്ലാമിനെ വിമർശിക്കാൻ പറ്റുന്നത് എങ്ങനെ? മുഹമ്മദിനെ വിമർശിക്കുന്നത് മുഹമ്മദിന്റെ കയ്യും കാലും മോശമായിരുന്നു, കാണാൻ ചൊറുക്കില്ലായിരുന്നു എന്നല്ല ഞങ്ങൾ വിമർശിക്കുന്നത്. മുഹമ്മദിന്റെ സാമൂഹ്യ വ്യവഹാരങ്ങൾ, മുഹമ്മദിന്റെ ജീവിതചര്യകൾ ഈ കാലത്തെ സംസ്കാര സമ്പന്നരായ മനുഷ്യർക്ക് അനുകരിക്കാൻ കൊള്ളാവുന്നതാണോ അല്ലേ എന്നാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അത് ചർച്ചക്കെടുക്കാൻ കാരണം മുഹമ്മദിന്റെ ജീവിതചര്യകളാണ് ലോകാവസാനം വരെ എല്ലാ മനുഷ്യരും അനുഷ്ഠിക്കേണ്ടത് എന്ന നിങ്ങളുടെ മതത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് 6 വയസ്സായ കുട്ടിയെ 53-ാം വയസ്സിൽ കല്യാണം കഴിച്ചത് ശരിയായിരുന്നോ എന്ന് ഇന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതല്ലാതെ 6-ാം നൂറ്റാണ്ടിൽ ഏതെങ്കിലും ഒരു ഗോത്രത്തലവനോ ഒരു രാജാവോ അയാളുടെ കുടുംബജീവിതത്തിൽ കുറെ ആളുകളെ കല്യാണം കഴിച്ചതോ കുറെ കുട്ടികളെ കിട്ടിക്കൊണ്ടുവന്നതോ അല്ലെങ്കിൽ അയാൾ ശൈശവവിവാഹം നടത്തിയതൊന്നും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. ഇവിടെ മുഹമ്മദ് ചെയ്ത എല്ലാ പ്രവൃത്തികളും അദ്ദേഹം പല്ല് തേച്ചതുപോലെ പല്ല് തേക്കണം എന്ന് പറയുന്നവരാണ് മുസ്ലിങ്ങൾ. ഞാൻ കണ്ടിട്ടുണ്ട് ഈ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളൊക്കെ പോക്കറ്റിൽ ഒരു കോലിട്ടുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് കോലാന്നറിയോ? മുഹമ്മദ് നബി പല്ല് തേക്കാൻ ഉപയോഗിച്ചിരുന്ന അതേ മരത്തിന്റെ കോല് ഒരറ്റം ചതച്ചിട്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുകയാണ്. എന്തിനാണ്? പ്രവാചകൻ പല്ല് തേച്ചതുപോലെ പല്ല് തേച്ചാൽ സുന്നത്തിന്റെ കൂലി. ഇതാണ് ഇസ്ലാം. ഹംബലി മദ്ഹബിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന ആ ഇമാമ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഈ തണ്ണിമത്തൻ, നമ്മളെ വത്തക്ക ഉണ്ടല്ലോ, ഞാൻ തണ്ണിമത്തൻ തിന്നാറില്ല. അപ്പൊ അനുയായികൾ ചോദിക്കാണ് എന്തുകൊണ്ട്? അപ്പൊ അദ്ദേഹം വിശദീകരിക്കുകയാണ്, തണ്ണിമത്തൻ പ്രവാചകൻ തിന്നിരുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് തെളിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എത്ര കനത്തിലാണ് അദ്ദേഹം കടിച്ചിരുന്നത് എന്നറിയാൻ ഞാൻ ഒരുപാട് കാലം ശ്രമിച്ചിട്ടും എനിക്ക് ആ വത്തക്കയുടെ പ്രവാചകൻ കടിച്ചതിന്റെ കനം എത്ര എന്ന് കണ്ടെത്താൻ ഒരു ഹദീസ് കിട്ടാത്തത് കൊണ്ട് അത് കടിക്കുമ്പോൾ സുന്നത്ത് നഷ്ടപ്പെടുമോ എന്ന ആശങ്ക കൊണ്ട് ഞാൻ വത്തക്ക തിന്നാതിരിക്കുകയാണ് നല്ലത് എന്ന് തീരുമാനിച്ചു എന്ന് ഈ പറയുന്ന ഹംബല് പറയുന്നുണ്ട്. ഇതാണ് ഇസ്ലാം. അപ്പൊ മുഹമ്മദ് നബിയുടെ ചര്യകളെ നമ്മൾ വിമർശിക്കേണ്ടി വരില്ലേ? ഇതാണ് ഇസ്ലാമെങ്കിൽ ഇതല്ല മുഹമ്മദ് നബിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി എങ്ങനെ തലയിൽ കെട്ടുകെട്ടി, മുഹമ്മദ് നബി എങ്ങനെ മൂത്രമൊഴിച്ചു, മുഹമ്മദ് നബി എങ്ങനെ കുളിച്ചു, മുഹമ്മദ് നബി എങ്ങനെ തുണി ഉടുത്തു, മുഹമ്മദ് നബി എങ്ങനെ തുപ്പി, മുഹമ്മദ് നബി തുമ്മുമ്പോ എന്താണ് ചൊല്ലിപ്പറഞ്ഞത്, മുഹമ്മദ് നബി കക്കൂസിക്ക് കയറുമ്പോ എന്താണ് ചൊല്ലിപ്പറഞ്ഞത്, കക്കൂസിന് ഇറങ്ങുമ്പോ ഏത് കാലാണ് പുറത്തേക്ക് വെച്ചത്, ഇങ്ങനെ വിശദീകരിക്കുന്ന കിതാബുകളാണ് ഇസ്ലാമിന്റെ കിതാബുകള്, സർമ്മശാസ്ത്ര കിതാബുകള്. അത് നോക്കിയിട്ടാണ് മദ്രസയിലെ മൗലവിമാര് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ മുഹമ്മദ് നബിയുടെ ചര്യകളിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ചര്യയാണ് അദ്ദേഹത്തിന്റെ വിവാഹങ്ങള്. അതിൽപ്പെട്ട ഒരു ചര്യയാണ് ആയിഷയുടെ വിവാഹം. അപ്പൊ ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ 6 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ, അത് അവൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഹദീസ് നോക്കിയിട്ട് നമ്മൾ ചോദിക്കും, എന്താ ചോദിക്കുന്നത്? ലോകാവസാനം വരെ മനുഷ്യർ അനുകരിക്കേണ്ട ഒരു ചര്യയാണോ ഇത് എന്ന്. അത് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ബേജാറാവുന്നത്. അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾ കണ്ടെത്തിയ വഴിയാണോ ഞങ്ങളെ ചങ്കിന്റെ ബഹളമാണ്, അതുകൊണ്ട് മിണ്ടരുതേ എന്ന വാദം അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ചങ്കിന്റെ കഷ്ണമായി നിങ്ങൾ ഇത് കൊണ്ടു നടക്കുന്നു എന്നത് തന്നെയാണ് പ്രശ്നം. ഞങ്ങൾ പറയുന്നത് അങ്ങനെ ചങ്കിന്റെ കഷ്ണമായി ഒരു മനുഷ്യനെ കൊണ്ടു നടക്കാൻ പാടില്ല എന്നാണ്.
6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഗോത്ര മനുഷ്യനെ നിങ്ങൾ ചങ്കിന്റെ കഷ്ണമായി നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യന്റെ ചര്യകളും ചെയ്തികളും ഈ കാലത്ത് മനുഷ്യർക്ക്, സംസ്കാര സമ്പന്നരായ മനുഷ്യർക്ക് അനുകരിക്കാൻ പറ്റാത്തതാണ് എന്ന് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് വ്യക്തിഹത്യ ചെയ്യുന്നതിന് പ്രവാചകനെ വ്യക്തിഹത്യ ചെയ്യുന്നു എന്ന മറുവാദം ഉന്നയിച്ചുകൊണ്ട് ന്യായീകരിക്കുന്നത് സെൽഫ് ഗോളാണെന്ന് തിരിച്ചറിയുക. അത് നിങ്ങളുടെ മതത്തിന്റെ മണ്ടയ്ക്ക് നിങ്ങൾ തന്നെ അടിക്കലാണ് എന്ന് തിരിച്ചറിയുക. പ്രവാചകൻ വ്യക്തിയല്ല, പ്രവാചകൻ ഒരു മതമാണ്, ഒരു ദർശനമാണ്, ഒരു ആദർശമാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്. പ്രവാചകനെ മാറ്റി നിർത്തിയാൽ പിന്നെ ഇസ്ലാമിൽ ഒന്നും തന്നെ അവശേഷിക്കുകയില്ല. അതുകൊണ്ട് ഇസ്ലാം സമം പ്രവാചകൻ, ഞങ്ങളുടെ പ്രവാചക വിമർശനം സമം ഇസ്ലാം വിമർശനം, അത് മനസ്സിലാക്കിയാൽ മതി. അതിനെ വ്യക്തിഹത്യയായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചിട്ട് ഞങ്ങളെ തെറി പറയാൻ ന്യായമുണ്ടാക്കിയാൽ നിങ്ങളുടെ മതം അപകടത്തിലാവും. നിങ്ങളുടെ മതത്തിന്റെ നട്ടെല്ലൊടിയും. പ്രവാചകൻ വെറും ഒരു വ്യക്തിയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അദ്ദേഹം ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയാണ് എന്ന് നിങ്ങളുടെ ഖുർആനിലാണ് പറയുന്നത്. 33-ാം അധ്യായം അൽ-അഹ്സാബ് ഒന്നെടുത്ത് വായിച്ചു നോക്കുക. അതിൽ പറയുന്നുണ്ട് പ്രവാചകൻ നിങ്ങൾക്ക് ഉത്തമ മാതൃകയാണെന്ന് പറയുന്നുണ്ട്. അതേ അധ്യായത്തിൽ തന്നെയാണ് പ്രവാചകൻ കല്യാണം കഴിക്കുന്ന കാര്യത്തിലും സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന കാര്യത്തിലും ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ മാതൃക നിങ്ങൾ സ്വീകരിക്കരുത് എന്നുകൂടെ നിർദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള കോമഡികളും വൈരുദ്ധ്യങ്ങളും ഒക്കെ ഇസ്ലാമിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കി പഠിച്ച് ഇത് ഈ കാലത്ത് അനുകരിക്കാൻ പറ്റാത്ത ഒരാശയമാണ് ഇസ്ലാം എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ പ്രവാചകനെ കുറിച്ച് മിണ്ടാതിരിക്കാൻ കഴിയില്ല. കാരണം പ്രവാചകൻ ഇല്ലെങ്കിൽ ഇസ്ലാമില്ല. രാമായണത്തിനെ കുറിച്ച് വിമർശിക്കുമ്പോൾ രാമനെ കുറിച്ച് മിണ്ടാവാൻ പാടില്ല, സീതയെ കുറിച്ച് മിണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് രാമായണ വിമർശനം? ഖുർആാനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ മുഹമ്മദ് നബിയെ കുറിച്ചും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ വിമർശനം നടക്കുക? അപ്പൊ വിമർശനം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് നിങ്ങൾ ഈ കൊണ്ടുവരുന്നത്. ഇതൊക്കെ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് തിരിച്ചറിയും എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വിഷയത്തിലേക്ക് വരിക. ഞങ്ങൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് നിങ്ങൾക്ക് ലോജിക്കലായിട്ട് മറുപടി ഉണ്ടോ, ധാർമ്മികമായിട്ട് മറുപടി ഉണ്ടോ, പൊളിറ്റിക്കലായിട്ട് മറുപടി ഉണ്ടോ, ഫിലോസഫിക്കലായിട്ട് മറുപടി ഉണ്ടോ, നമുക്ക് ചർച്ച ചെയ്യാം. അതല്ലാതെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ തമ്മാടികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞതുകൊണ്ട്, ഞങ്ങൾ അങ്ങനെ പോയിച്ചു ഇങ്ങനെ പോയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നമില്ല. കാരണം ഞങ്ങളിവിടെ, ഇപ്പം ഞാനൊക്കെ ഇവിടെ 10-65 കൊല്ലം ജീവിച്ചത് ഈ മലപ്പുറത്താണ്. ഈ മലപ്പുറത്തെ സാധാരണ മനുഷ്യർക്കിടയിലാണ് ജീവിച്ചത്. ഞങ്ങളുടെ ജീവിതം തുറന്ന പുസ്തകമാണ്. സാമൂഹ്യ ജീവിതമാണ് ഞങ്ങളൊക്കെ നയിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ജീവിതമല്ല, സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ജീവിച്ചിട്ടുള്ളത്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലാണ് മലപ്പുറത്ത് കഴിഞ്ഞ 1/2 നൂറ്റാണ്ട് ഞാനും എൻ്റെ കുടുംബവും ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ജീവിച്ച സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് വന്ന് അന്വേഷിക്കാം. ഞങ്ങൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ, ഞങ്ങൾ ആരെങ്കിലും ഭോഗിക്കാൻ പോയിട്ടുണ്ടോ, ഞങ്ങൾ ആരെങ്കിലും ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ, ഞങ്ങൾ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ വന്ന് അന്വേഷിക്ക്. എന്തുകൊണ്ട് ഞങ്ങൾ ക്രിമിനൽ കുറ്റം ചെയ്തില്ല? ഞങ്ങൾക്ക് ഉയർന്ന സാമൂഹ്യ ബോധമുണ്ട്. ഞങ്ങളുടെ ഉയർന്ന ധാർമ്മിക ബോധത്തിന്റെയും സാമൂഹ്യ ബോധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ മതത്തെ വിമർശിക്കുന്നത്. ഞാൻ ഈ മതം വിട്ടത് എൻ്റെ ധാർമ്മികതയും ഈ മതവും തമ്മിൽ പൊരുത്തപ്പെടാത്തത് കൊണ്ടാണ്. ഖുർആനിൽ പറയുന്ന പല കാര്യങ്ങളും എൻ്റെ ധാർമ്മികതയുമായി ഒരു നിലക്കും പൊരുത്തപ്പെടുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഖുർആൻ വലിച്ചെറിഞ്ഞിട്ട് മതം വിട്ട് പുറത്തു വന്നത്. അല്ലാതെ വേറെ ഒരു കാര്യം കൊണ്ടല്ല. നിങ്ങൾ പറയുന്ന മാതിരി ഇത് നിസ്കരിക്കാൻ പഠിച്ചിട്ടോ തോൽപ്പൊരുക്കാൻ പഠിച്ചിട്ടൊന്നല്ല. നിസ്കരിക്കുന്ന കാലത്ത്, വിശ്വസിച്ചിരുന്ന കാലത്ത് നിസ്കരിച്ചിരുന്നു, നോമ്പ് നോറ്റിരുന്നു, ഖുർആൻ ഓതിയിരുന്നു, എല്ലാം ചെയ്തിരുന്നു. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ആത്മസംതൃപ്തി കിട്ടിയിരുന്നു. പക്ഷെ ഈ സാധനം, ഈ കിതാബ് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ പിന്നിൽ ഒരു പടച്ചോനും ഇല്ല, ഒരു തമ്പുരാനും ഇല്ല, ഇത് മനുഷ്യർ എഴുതി വെച്ച നുണയാണ് എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് മതം വിട്ട് പുറത്തു വന്നത്. മതം വിട്ട് പുറത്തു വന്നിട്ട് മതത്തിന്റെ ധാർമ്മികതയേക്കാൾ ഉയർന്ന ധാർമ്മികത പുലർത്തിക്കൊണ്ടാണ് ജീവിച്ചത്. അപ്പൊ നിങ്ങൾ വേറൊരു വാദം പറയോ അതൊക്കെ മതത്തിൽ നിന്ന് കിട്ടിയ ധാർമ്മികത നിങ്ങൾ ജീവിതത്തിൽ തുടർന്നതാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ മക്കളെ വളർത്തിയിട്ടുണ്ട്. മക്കളെ മദ്രസയിൽ അയച്ചിട്ടില്ല, മക്കളെ മതം പഠിപ്പിച്ചിട്ടില്ല, മക്കൾ ദൈവവിശ്വാസികളല്ല. ദൈവവിശ്വാസവും മതവിശ്വാസവും ഒന്നും പഠിപ്പിക്കാതെ നമ്മുടെ മക്കൾ വളർന്നു വന്ന് ഇവിടെ ജീവിക്കുന്നുണ്ട്. എൻ്റെ 2 മക്കൾക്ക് 40 വയസ്സിനടുത്ത് പ്രായമുണ്ട്. എൻ്റെ 2 മക്കളും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. നിങ്ങൾ അന്വേഷിക്ക്. ദൈവവിശ്വാസം ഇല്ലാതെ വളർത്തിയ മക്കൾ ക്രിമിനലുകളായിട്ടുണ്ടോ ഇല്ലേ നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. അപ്പൊ എനിക്ക് ധാർമ്മികത കിട്ടിയത് മതത്തിൽ നിന്നാണെങ്കിൽ ഈ മതമില്ലാതെ ദൈവമില്ലാതെ ജീവിച്ച അങ്ങനെ വളർത്തിയ എൻ്റെ മക്കൾക്ക് ധാർമ്മികത കിട്ടിയത് മതത്തിൽ നിന്നാണെന്ന് നിങ്ങൾ പറയില്ലല്ലോ.
അത് ഈ പൊതുസമൂഹത്തിൽ നിന്ന് പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് ഒക്കെ കിട്ടിയ ധാർമ്മികതയാണ് അവർക്കുള്ളത്. എന്നിട്ട് അവർ ക്രിമിനൽ കുറ്റവാളികളായോ നിങ്ങൾ നോക്ക്. ഞാൻ എൻ്റെ മക്കളെ അതുകൊണ്ട് തന്നെ പരീക്ഷണാർത്ഥമാണ് വളർത്തിയത്. മതമില്ലാതെ ദൈവമില്ലാതെ മക്കൾ വളർന്നാൽ അവർ ക്രിമിനലുകളാകുമെന്ന നിങ്ങളുടെ സിദ്ധാന്തം പൊളിച്ചു കാണിക്കുക എന്ന ഒരു പരീക്ഷണം തന്നെയാണ് ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ചെയ്തത്. എൻ്റെ മക്കളുടെ ജീവിതം തുറന്ന പുസ്തകം പോലെ ഈ ലോകത്തുണ്ട്. നിങ്ങൾ പോയി അന്വേഷിക്കുക, മക്കളൊക്കെ ക്രിമിനലുകളായോ? ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ മക്കൾ ഈ മതവിശ്വാസികളുടെ, ഈ മതക്കച്ചവടക്കാരായിട്ടുള്ള മതപണ്ഡിതന്മാരുടെ മക്കൾ എങ്ങനെയാണോ ഇവിടെ ജീവിക്കുന്നത് അതിനേക്കാളൊക്കെ എത്രയോ ധാർമ്മികമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ജീവിതം എൻ്റെ മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് ഇപ്പൊ 2-3 തലമുറയുണ്ട്. നിങ്ങൾ അന്വേഷിക്കുക. എൻ്റെ കാര്യം മാത്രമല്ല, ഞങ്ങൾ യുക്തിവാദികളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്. കാരണം ഞങ്ങൾ യുക്തിവാദവുമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഇറങ്ങിയത് കേരളത്തിന്റെ ഒരു സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി വന്ന പ്രസ്ഥാനമാണ് യുക്തിവാദി പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ അണിചേർന്നുകൊണ്ട് സമൂഹത്തിലെ നീതിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടി സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിച്ചവരാണ് യുക്തിവാദികൾ. അവരുടെ തലമുറയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. അവർ ആ ഒരു ധാരയിൽ കണ്ണു ചേർന്നുകൊണ്ടാണ് ഇന്ന് വരെ ഞങ്ങളൊക്കെ ജീവിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിഹത്യ കൊണ്ട് ഞങ്ങളെയൊക്കെ ഇല്ലാതാക്കാം, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളെ നിഷ്പ്രഭമാക്കാം എന്നൊക്കെ നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ മതജീവികളെ, നിങ്ങളുടെ സ്വപ്നം വെറും വ്യാമോഹം മാത്രമാണ്, നടക്കാൻ പോകുന്നില്ല. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതം ഇവിടെ തുറന്ന പുസ്തകമാണ്. ഈ സമൂഹത്തിന് വായിക്കാൻ പറ്റുന്ന പുസ്തകമാണ്. അതുകൊണ്ട് ഇത്തരം കലാപരിപാടികളൊക്കെ മാറ്റിവെച്ച് ഒരു സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തിൽ തന്നെ നിങ്ങളുമായിട്ട് ആശയ സംവാദത്തിൽ ഏർപ്പെടാൻ ഞങ്ങളൊക്കെ സദാ തയ്യാറാണ്. അവിടെ നിങ്ങൾ വ്യക്തിഹത്യ മാറ്റിവെച്ച്, തെറിവിളി മാറ്റിവെച്ച്, ചീത്തവിളി മാറ്റിവെച്ചിട്ട് നല്ല നിലയിൽ സംവാദത്തിന് വരൂ. നമ്മൾ തയ്യാറാണ്. നമുക്ക് ഈ സോഷ്യൽ മീഡിയ, ക്ലബ് ഹൗസ് പോലുള്ള സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് നമ്മൾക്ക് ഈ ആശയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാം. അതിനുള്ള ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ ഉസ്താദുമാരുടെ സമൂഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് ക്ലബ് ഹൗസിലൊക്കെ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളിൽ സ്വതന്ത്രമായിട്ട് തുറന്ന സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ, പരസ്പര വിശ്വാസത്തോടെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്.